അപ്പോൾ ആ സമയത്താണ് ഞാൻ ഹോസ്പിറ്റലിൽ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിലാക്കിയിട്ട് എൻ്റെ കാലൊടിഞ്ഞിരിക്കുക. ആ അച്ഛൻ്റെ കൊണ്ടുവന്ന് ഞാൻ ആ കാറിൻ്റെ വെളിയിൽ ഇങ്ങനെ കാലിങ്ങനെ നോക്കി എങ്ങനെയൊക്കെ വെച്ചിട്ട് കാറിൻ്റെ വെളിയിലിരിക്കുമ്പോഴാണ് ജോഷി സാറിൻ്റെ ഫോൺ കോൾ വരുന്നത്. ജോഷി സാർ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. കാര്യം എന്നെ ജോഷി സാർ 2 പടത്തിലെ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ 10-ലധികം പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആ പടങ്ങളിലൊക്കെ ഇപ്പോൾ അത് എന്താണ് ആദ്യം അഭിനയിച്ച എന്താണ് ധ്രുവം അല്ലേ, ധ്രുവം അതിന് മുമ്പ് കൗരവർ എൻ്റെ ഡബ്ബിങ്ങേ ഉള്ളൂ, അഭിനയിച്ചിട്ടില്ല. ധ്രുവത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ധ്രുവം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പടങ്ങളും ഈ 2 പടം ഒഴിച്ചല്ലേ ബാക്കി എല്ലാ പടത്തിലും പുള്ളിയുടെ അസിസ്റ്റൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ മാനേജേഴ്സിനെ കൊണ്ടോ ആരെങ്കിലും കൊണ്ട് അവിടെ എന്നെ ഒന്ന് വിളിക്കാൻ പറ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഉടനെ പുള്ളിയെ വിളിക്കും. ചിലപ്പോൾ അന്ന് മൊബൈലൊന്നുമില്ല, ലാൻഡ് ഫോണിൽ വിളിക്കും. ചേച്ചിയായിരിക്കും ഫോൺ എടുക്കുന്നത്, എടുത്തിട്ട് കൊടുക്കും. ആ എടാ അതെ ഒരു വേഷമുണ്ട് നീങ്ങി പോരും. ഞാൻ പറഞ്ഞു എന്ന് പെട്ടിയെടുക്കണം. ഞാൻ അതേ ചോദിക്കുള്ളൂ, എന്ന് പെട്ടിയെടുക്കണം ചേട്ടാ, എത്ര ദിവസമുണ്ട് കഴിഞ്ഞിട്ട്? നീ ഒരാഴ്ച പിടിച്ചു. ഓ പിറ്റേ ദിവസം വണ്ടി കയറും, അവിടെ ചെല്ലും, അത് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ലേലം എന്നൊക്കെ പറഞ്ഞ തലേ ദിവസമാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന ഒരു മുൻവിധിയോടുകൂടി ആയിരിക്കില്ല ജോഷിയേട്ടൻ്റെ ഒരു പടങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളത്, ഈ പാപ്പനൊഴിച്ച്. എന്നെ ഈ 2 പടം എന്ന് പറഞ്ഞത്, ഒന്ന് പ്രജ, അതിൽ ജോഷിയേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ്, നീ അഭിനയിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ പിന്നെ പാപ്പനാണ്. അതിലും എനിക്ക് പറഞ്ഞാൽ ത്രില്ലെന്നൊക്കെ പറയത്തില്ലേ ജോഷിയേട്ടൻ, എനിക്കത് പണ്ട് മുതലേ ആദ്യത്തെ പടത്തിലുണ്ടായിരുന്നു ഈ ജോഷി സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ. പിന്നെ ഈ ജോഷിയേട്ടനെ വിളിച്ചിട്ട് ജോഷിയേട്ടൻ ഈ പറയുമ്പോൾ ഉണ്ടാകുന്ന പുള്ളിയുടെ മനസ്സിലിങ്ങനെ ഒരു ആവശ്യമുണ്ടല്ലോ, എടാ എനിക്ക് ആ വേഷം, അതൊരു പുള്ളിക്ക് ആ വേഷത്തിൻ്റെ ഒരു ആകത്തുക പുള്ളി ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴേ തന്നെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെ ആ സാധനത്തിനെ ഷൂട്ട് ചെയ്തെടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഒരുമാതിരി എന്താണ് നമ്മൾ ഈ പറയത്തില്ല ഒരല്പം ഒരു സൈക്കോ ലൈൻ എന്നൊക്കെ പറയത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് ജോഷിയേട്ടനോട്. എടാ അതെ ഒരു അണപ്പും ആവേശത്തോടു കൂടിയാണ്, ഒരു കൊച്ചു പിള്ളേരുടെയൊക്കെ ഒരു ആവേശത്തോടു കൂടിയാണ് സാർ വിളിച്ചിട്ടെന്ന് അതിനടുത്ത് അത് പറയുന്നത്. അപ്പം ഞാൻ വെച്ചു നീ എന്താലോചിക്കാനായിട്ട് അങ്ങ് ചെല്ലേ തന്നെ, വിധേയത്വം, അവിടെ ചെന്നാൽ വിധേയത്വം കാണിച്ചു. ഇത് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏത് തലത്തിലാണ് കാണേണ്ടതെന്നൊന്നും പറയാൻ പറ്റില്ല. അത് അങ്ങനെ ചെന്നത് പടം തന്നെയാണ് ഈ പറഞ്ഞ പ്രജ. എൻ്റെ കാലൊടിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണ് ആ പടത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ ആ കാറിൽ എന്നെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഷോട്ടിൽ ബെൻസ് കാറിൽ നിന്ന് ഇങ്ങനെ ഡോറ് തുറന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എൻ്റെ ഈ വലത്തെ കാലാണ് കാണുന്നത് ആദ്യം. അതിൽ ബാൻഡേജ് ചുറ്റിയിരിക്കുകയാണ്. എൻ്റെ ഒറിജിനൽ കാല്. അതതിൻ്റെ അവസാനം. അത് കഴിഞ്ഞിട്ട് അകത്തെ ലാലേട്ടനോടുള്ള സീനില്ലേ ഈ പറഞ്ഞ ഈ ഡയലോഗൊക്കെ ഉള്ള ആ സീനിൻ്റെ അവസാനം ലാലേട്ടൻ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അന്നേരം ലാലേട്ടൻ കയറി ഈ കാല് ചവിട്ടി, വീണ്ടും ഫ്രാക്ചറായി. അറിഞ്ഞുകൊണ്ടല്ല അറിഞ്ഞുകൊണ്ടല്ലേ, എനിക്കത് ഇതൊന്നുമല്ല. അന്ന് രാത്രി പിറ്റേ ദിവസം ഷൂട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് തന്നെ. അന്ന് രാത്രിക്ക് അതിനും കോതമംഗലത്ത് ഉള്ള ഒരു ഡോക്ടറുടെ വീട്ടിൽ ചെന്ന് അവർ ഹസ്ബൻഡും വൈഫും ഈ ആയുർവേദ ഡോക്ടേഴ്സാണ്, അവർ രണ്ടുപേരും കൂടി ഇത് കാര്യം വലിച്ച് ശരിക്കൊക്കെ ചെയ്ത് അതുകൊണ്ടേ ഷൂട്ടിങ് അങ്ങനെ ഷൂട്ട് ചെയ്തൊരു സീനാണത് ഈ പറഞ്ഞ പ്രജയിലെ ആ സീൻ എന്ന് പറയുന്നത്. ഒത്തിരി എഫേർട്ട് ഇടേണ്ടി വരെ 6 ദിവസമാണത്. രഞ്ജി പണിക്കർ എന്ന് പറയുന്ന റൈറ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ സീന് ആദ്യം ഞാൻ ആ ഫസ്റ്റ് ഡേ ഞാൻ നമ്മളൊക്കെ ആ ചെല്ലുമ്പോൾ ആദ്യത്തെ ആ ഒരു 65 പേജോ മറ്റുമാണ് ആ സീനെന്ന് പറയുന്നത്. അതിലൊരു 3-4 പേജാണ് പുള്ളി എഴുതിയിട്ടുള്ളത്. ജോഷിയേട്ടന് പോലും അറിയില്ല അടുത്ത് എന്താണെന്നുള്ളത്. ആ 4-5 പേജാണ് ആദ്യം എഴുതി തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിരുന്ന് പുള്ളി എഴുതുകയാണ് ഞങ്ങളിവിടെ അഭിനയിക്കുമ്പോൾ. അങ്ങനെ അത് അങ്ങോട്ട് അഭിനയിച്ച് ആ ഫസ്റ്റ് ഡയലോഗ് മറ്റേ സിഗരറ്റ് വലിച്ചിട്ട് അതൊക്കെ തട്ടിയിടുന്നു. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വന്നു, സക്കീർ ഭായി മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് ഇരിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ സക്കീർ ഭായി ഇരിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ സർ മോർ കംഫർട്ടബിൾ എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗൊക്കെ ഉണ്ടല്ലോ, ഫേസ് ടു ഫേസ് നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡിങ്ങിൽ എന്തുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ന്യായീകരണമായിട്ട് പറയുന്നൊരു ഡയലോഗുണ്ട്. അതുവരെയാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സീൻ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഇറങ്ങി വന്നു, 5 പേജ് അങ്ങനെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതോ ഒരുമാതിരി എന്തൊരു ഡയലോഗാണ് ആലോചിച്ച് നോക്കിയേ. ഇനി അപ്പോൾ അവിടെ ഇരുന്ന് അത് പഠിക്കുകയാണ്, ഡ്രസ് കിട്ടണം അവിടെ ഇരുന്ന് അത് പഠിച്ച് അങ്ങനെ അടുത്ത്. അപ്പോഴത്തേക്ക് ജോഷി ചേട്ടനോ സൂം ലെൻസാണ് വെച്ചിരിക്കുന്നത്, മനസ്സിലാക്കുക, നിങ്ങൾക്കൊക്കെ മനസ്സിലാകും. സൂം ലെൻസിൽ ഫുൾ സീൻ സൂം ലെൻസിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം എങ്ങനെയാണ്
നമുക്കിപ്പോൾ മോണിറ്ററുണ്ട്, അന്നതില്ല. ആകെ അറിയാവുന്നത് ജോഷിയേട്ടൻ ഫ്രെയിം നോക്കാറൊന്നുമില്ല, പുള്ളി ഫ്രെയിം ഇത്രയും പറയും. അതായത് ക്യാമറമാന് മാത്രം അറിയാവുന്നത് എവിടെയാണ്. അപ്പോൾ സഞ്ജീവ് ശങ്കറാണ് ക്യാമറ. ഞാൻ ചോദിക്കും ഇങ്ങനെ കാണിക്കും, അത് ഞാൻ സുഹൃത്തുക്കളാണ്, ഇങ്ങനെ ചോദിക്കും ഇത്രയേ ഉള്ളെന്ന്. മനസ്സിലായില്ലേ? അവൻ അവിടെ ഇരുന്ന കാര്യം ജോഷിയേട്ടൻ ഇവിടെ നിൽക്കുകയാണ്, ഇങ്ങനെ കാണിക്കും. അതിൻ്റെ അർത്ഥം ക്ലോസ് ആണ്, ടൈറ്റാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ ടൈറ്റ് ക്ലോസിനനുസരിച്ച് വേണം അഭിനയിക്കാനായിട്ട്. പിന്നെ 3-4 ഷിഫ്റ്റ്, ഫോക്കസ് ഷിഫ്റ്റ്. കാര്യം അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് അപ്പോഴത്തേക്ക് അവിടുന്ന് കൊച്ചിൻ ഇക്ക ഇങ്ങനെ എൻ്റർ ചെയ്യും. അപ്പോൾ അവിടുന്ന് ലാലേട്ടൻ ഇങ്ങനെ കൈ കാണിക്കും, അപ്പോൾ ഇങ്ങനെ കൈ തടയും. അപ്പോഴത്തേക്ക് ഇറ്റ്സ് ഓക്കെ സക്കീർ ഭായ് എന്ന് പറഞ്ഞ് ഞാൻ തിരിയണം. ഇതെല്ലാം ഒറ്റ ഷോട്ടാണ്, ഇതെല്ലാം ഫോക്കസ് ഷിഫ്റ്റിലാണ്. അതാണ് ജോഷീസ് മാജിക് എന്ന് പറയുന്നത്. അതെ. അപ്പോൾ അതാണ് ആ സീനെന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ സീനാണത്. ആ സീൻ പിന്നെ വിജയിച്ചില്ലെങ്കിൽ